എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് எல்லாத்தின்டையும் ஒரு டீப்பு வൃത്തിயட்ட அவஸ்தைയെന്നാണ് കയറി വരുന്നത്. எங்களை டிஸ்டர்ப் பண்ணாம இருந்தா சரி. நெக்ஸ்ட் டைம் எதனா டிஸ்டர்ப் பண்ற மாதிரி இருந்தா அது என்னன்னு நான் கண்டிப்பா சொல்லிடுவேன் மாமா. நான் ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ബാലയ്ക്കെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ചിട്ട് എലിസബത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ എലിസബത്തിന് ഭീഷണിയായിട്ട് ബാലയും അതുപോലെ തന്നെ ഭാര്യ കോകിലയും രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവർ ഡിവോഴ്സായി, അവർ ഇപ്പോൾ ബാല വേറെ കല്യാണം കഴിച്ചു. ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതിന് എലിസബത്തിനെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പിന്തുടർന്ന് വേട്ടയാടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ എലിസബത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എലിസബത്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ് ആ ഒരു രീതിയിൽ ഇവർ നിൽക്കണം. എന്തിനാണ് ഇവരെ ഇങ്ങനെ പിന്തുടരുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 2 മലയാളികളെ കല്യാണം കഴിച്ചു. ബാലയുടെ കഥ പറയുകയാണെങ്കിൽ 2 മലയാളികളെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരെയും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. പിന്നെയാണ് ഇപ്പോൾ കോകിലയെ കല്യാണം കഴിക്കുന്നത്. എന്താ പറയുക, പല പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത വിഷയമാണ് ബാലയുടെ ഇപ്പോഴത്തെ 3ാമത്തെ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരം ഈ എലിസബത്തിനെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എലിസബത്ത് പഴയതുപോലെ എലിസബത്ത് ഇപ്പോൾ കുറേ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് അത് സഹിക്കുന്നില്ല. അപ്പോൾ ഇവർ പുറകെ നടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എലിസബത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. എനിക്ക് ഓട്ടിസമാണ്. അത് ഓട്ടിസം ഒരു അസുഖമാണ്. അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻ്റ് അല്ല. പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പരത്തുന്നത് കുറേ കമൻറ്റുകൾ, കുറേ ഫേക്ക് ഐഡികൾ വന്ന് പരത്തുന്നു. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും, കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് അല്ല. പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എനിക്കറിയില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ID റിപ്പോർട്ട് അടിച്ചു പോകും. അത് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് മോളിച്ച് വന്നുകൊണ്ടിരിക്കും. പുള്ളിക്കാരി പറഞ്ഞത് കേട്ടല്ലോ. പുള്ളിക്കാരൻ്റെ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് നിനക്ക് ഓട്ടിസം അല്ലേടി, അതുപോലെ തന്നെ നിനക്ക് പിള്ളേരുണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കമൻസ് ഇടുകയാണ്. കമൻസ് ഇട്ടിട്ട് തളർത്താൻ നോക്കുകയാണ് എലിസബത്തിനെ. അപ്പോൾ എലിസബത്ത് അത് മാന്യമായിട്ടുള്ള രീതിയിലാണ് അതിന് റിപ്ലൈ തരുന്നത്. ഓട്ടിസം ഒരു ബാഡല്ല, കുട്ടികളുണ്ടാവില്ല എന്ന് പറയുന്നത് ഒരു ഇതല്ല. പക്ഷെ അതൊന്നും ഒരു റിപ്പോർട്ടോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ വീഡിയോസിന് താഴെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് ആർക്കാണെങ്കിലും അത് ഹേർട്ടാവും. അതാണിപ്പോൾ എലിസബത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പല ഐഡിയകളിൽ നിന്നിട്ടാണ് വരുന്നത്. അത് ബാലയുടെ PR വർക്കേഴ്സ് ആണെന്നാണ് പറയുന്നത്. അത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നേരത്തെ അമൃതയുടെ മോള്, ഇതുപോലെ ബാലയുടെ മോള് ഇതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തും അതിന് താഴെ വന്നിട്ടും ഇതുപോലെ ഇങ്ങനെ PR വർക്കേഴ്സ് ഇങ്ങനെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നെഗറ്റീവായിട്ടുള്ള ആ കുഞ്ഞിനെയും അതുപോലെ അവരുടെ വീട്ടുകാരെയൊക്കെ പറയുന്ന രീതിയിൽ നെഗറ്റീവ് ഇതിട്ടിട്ടുണ്ടായിരുന്നു. അത് ബാല തന്നെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എലിസബത്ത് വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ബാലയ്ക്ക് എന്താണ് ഇത്രയ്ക്കും ചൊറിയാനുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ബാല നിരന്തരം ഇങ്ങനെ ഒരാളെ തളർത്തുന്ന രീതിയിൽ നിനക്ക് ഓട്ടിസമാണ്, നിനക്ക് ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേഴ്സണലി നമുക്കൊരു വിഷമം വരില്ല. ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് എലിസബത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എലിസബത്ത് പറയുന്നത് ഞാനിനി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും, ഞാനിതിൽ ഒരു മാറ്റിൽ നിങ്ങൾ എങ്ങനെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്
ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചു, ഇത്രയൊക്കെ ചതിക്കപ്പെട്ടിട്ടും ഞാനിനി ഇങ്ങനെ ഈ ഒരു ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഒരുപാട് ഇതിൽ ആ പുള്ളിക്കാരി കണ്ടാൽ തന്നെ മനസ്സിലാവും അതൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്ത്രീയാണെന്നുള്ളത്. ഏത് പൊട്ടന്മാർക്കും കണ്ടാൽ മനസ്സിലാവും. അവരുടെ സംസാര രീതികളും ഇതൊക്കെ എത്രമാത്രം ഇതായിട്ടുള്ള ഒരു വർത്താനം ആ രീതികളൊക്കെയാണ്. അപ്പോൾ അവരിനെ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ എങ്ങനെയുള്ളൊരു സ്ത്രീയാണെന്നുള്ളത്. അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അതുപോലെ ചതിക്കപ്പെട്ടവളാണ്. അപ്പോൾ ചതിക്കപ്പെട്ടവളിൽ നിന്ന് അവർ മുക്തമായിട്ട് ഒരു വീഡിയോസാണ് അവർക്ക് വീഡിയോസുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ അവരെ തളർത്തുന്ന രീതിയിലുള്ള കമൻസ് ഇടുന്നത് കൊണ്ട് ബാലയ്ക്ക് എന്താ നേട്ടമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരുന്നു, കേട്ട് നോക്കൂ. എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ള ബാക്കി കൂടെ കണ്ടോക്കാം. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേസ്ബുക്ക് ഐഡികൾ വന്നിട്ട് കുറച്ച് 4 നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ ഇന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെറ്റനിങ് കോൾസ്, പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരുടെയും ഉപദ്രവിക്കാനൊന്നും പോകില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തികെട്ട അവസ്ഥയിൽ നിന്നാണ് കയറി വരുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് ഇടുക. നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും, എത്ര നാണം കെടുത്തിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകണമെന്ന് നിർത്തുന്നില്ല. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകണില്ല. ഓക്കെ, ബൈ. ഇത്രയും നാളും സ്വന്തം ഇഷ്ടം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബാലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിതം തള്ളി നീക്കിയതാണ്, സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു രീതിയിൽ. ഇപ്പോൾ പുള്ളിക്കാരി ഒരു സ്വന്തം തീരുമാനമെടുത്ത് ഞാൻ സ്വന്തം രീതിയിൽ മുന്നോട്ട് പോകും, എനിക്ക് ആരെയും ഇതാവണ്ട, ഞാൻ സ്വന്തം കാലിൽ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി ആ ഒരു അതുമായിട്ട് മുന്നോട്ട് പോകും. അതൊരു ഉറച്ച തീരുമാനം എടുത്തതിന് എലിസബത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. എലിസബത്ത് ആദ്യം ഒതുങ്ങിക്കൂടിയ ഒരു പ്രവണതയായിരുന്നു, അങ്ങനെ പ്രതികരിക്കില്ല, പെട്ടെന്ന് സംസാരിക്കില്ല, കൂടുതലൊന്നും സംസാരിക്കാത്തൊരു പ്രകൃതമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത്രത്തോളം മാറിയതിന് ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരത്തെ സംസാരിക്കാനൊന്നും പുള്ളിക്കാരി അങ്ങനെ ഇതാവില്ല, പുള്ളിക്കാരൻ്റെ ഓരോരോ ഇതായിരിക്കും. ഇപ്പോൾ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി, ഒരുപാട് മാറ്റങ്ങൾ. അതുപോലെ തന്നെ ബാലുവായിട്ട് പിരിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് എലിസബത്ത് ഇങ്ങനെയൊരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. ഇത്ര നാളും ഇങ്ങനെ പിരിഞ്ഞതിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും ആ പുള്ളിക്കാരി ഒരു വീഡിയോ കാര്യങ്ങളിലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത്രത്തോളം ആ കമൻസും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഇത്രയും പ്രതികരിച്ചത്. അതും ആ ഒരു പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കുക. അത്രമാത്രം മാന്യമായിട്ടുള്ള രീതിയിലാണ് എലിസബത്ത് പ്രതികരിക്കുന്നത്. അപ്പോൾ ആ ഒരു എലിസബത്തിൻ്റെ ആ ഒരു 7 അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത വേറെ ഇപ്പോൾ വന്ന കോകിലയ്ക്കും ആർക്കും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് മാത്രം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് പുള്ളിക്കാരി അത്രയും ഇതായിട്ടാണ് സംസാരിക്കുന്നത്. ആരും കുറ്റപ്പെടുത്താതെ, ആരും പറയാതെ, ആ കമൻസ് ഇട്ടവരെ മാത്രമാണ് പുള്ളിക്കാരി പറയുന്നത്. കമൻസ് ഇട്ടവർ ആരാണ് ചെയ്യിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിൻ്റെ പുറത്താണ് പുള്ളിക്കാരി അത്രയും സംസാരിക്കുന്നത്. എന്തായാലും എലിസബത്തിൻ്റെ സംസാര രീതി പറയാതിരിക്കാൻ വയ്യ. ഇത്രയും അനുഭവിച്ചിട്ട് പോലും ഇത്രയും ബോൾഡായിട്ട് നല്ല രീതിയിൽ നിന്നിട്ട് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും ആ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞു, അത് അവരുടെ പാടായി അവരുടേതായിട്ട് ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. വെറുതെ എന്തിനാണ് ഇവരെ പിന്തുടർന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു, ബാലപ്പോൾ വേറെ കല്യാണം കഴിച്ചു, അതുമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ. അവർ എലിസബത്ത് വീഡിയോ ഇടുന്നതിന് എന്തിനാണ് ഇവർ ഇത്രമാത്രം പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എലിസബത്തിൻ്റെ വായിന്ന് എന്തെങ്കിലും വരുന്നു പേടിച്ചിട്ടായിരിക്കും വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തളർന്നു പോകില്ല. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ തളർത്തുന്ന രീതിയിൽ ഓരോ കമൻറ്റുകൾ ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ബാലയും കോകിലയും കല്യാണം കഴിച്ചു, ഇനി ആ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കാതെ ആ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക. എന്തായാലും നിങ്ങൾ വിവാഹം കഴിച്ചല്ലോ, ഇനിയിപ്പോൾ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ
അവരെങ്ങനെയും ജീവിച്ചോട്ടെ, അവരെന്തെങ്കിലും ഇതായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളത് കരുതി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക. അല്ലാതെ ഇവരുടെ പുറകെ നടന്ന് ഇങ്ങനെ PR വർക്കേഴ്സിനെ കൊണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇട്ട് അവരെ വേദനിപ്പിക്കലേ വേണ്ടത്. അപ്പോൾ എന്താ പറയുക, എന്താണ്, ഒരുപാട് അനുഭവിച്ചവർ പിന്നെ അതിൽ നിന്ന് മുക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റാലുണ്ടല്ലോ, പിന്നെ അത് ഒരിക്കലും ആ പഴയതിലോട്ട് ഒരു പെണ്ണും പോവില്ല. പെണ്ണെന്ന് പറയുന്നത് തീയാണ്. അപ്പോൾ നമ്മളത് അത്രയ്ക്ക് മാത്രം നമ്മൾ അനുഭവിച്ച് അതിൽ നിന്ന് റിക്കവറായിട്ട് പിന്നൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയ ഒരു ഇതിലേക്ക് പെണ്ണ് പോകാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ എലിസബത്ത് ആയിരിക്കുന്നത്. അതുകൊണ്ട് എലിസബത്ത് ഇനി ഒരിക്കലും എന്താണ് ബാലയുടെ ഇങ്ങനെയുള്ള ഇതൊന്നും കണ്ടിട്ട് ഒരിക്കലും തളരാൻ പോകുന്നില്ല. പുള്ളിക്കാരി ഇനിയും വീഡിയോസ് ഇടും, ഇനിയും ഞാൻ മുന്നോട്ട് വരുന്നത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് എലിസബത്തായിട്ട് തന്നെ നിന്ന് നല്ലൊരു ലൈഫ് കണ്ടെത്തി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നല്ല ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും നല്ലൊരു ഇതാണ്. ഇപ്പോൾ നേരത്തെ ഒതുക്കിക്കൂടിയ ഒരു പ്രവണതയായിരുന്നു, ഇപ്പോൾ എന്തായാലും അതൊന്നെല്ലാം മാറി ഇപ്പോൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാം പക്വതയോടുകൂടി കൈകാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ എലിസബത്തിന് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.